നമ്മൾ ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന വാർത്തകൾ ഡൽഹിയിൽ നിന്നുണ്ടായിട്ടുള്ള അപകടത്തിന്റെ ഒരു വാർത്തയാണ്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ്. ഡൽഹിയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മാളവ്യ നഗറിലെ തീപിടുത്തമാണ്. 21 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തീപിടിച്ച് കൊല്ലപ്പെട്ടവരിലേറെയും വിദേശികളാണ് എന്നതാണ് വിവരം. അവരെയൊന്നും തിരിച്ചറിയാൻ ഇപ്പോഴും ആയിട്ടില്ല. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലായിരുന്നു. ഫ്ലറിഷ് സ്റ്റേ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് നിയമം ലംഘിച്ചാണ് എന്ന വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളതുൾപ്പെടെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിലൊക്കെ വിശദമായ പരിശോധനയും അന്വേഷണവും നടക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഈ അപകടത്തിന്റെ വിവരം പുറത്തേക്ക് വരുന്നത്. 8:50, 9 മണി സമയത്താണ് ഈ അപകടത്തിന്റെ വിവരം പുറത്തു വരുന്നത്. ഹോട്ടലിൽ നിരവധി പേർ ഉണ്ടായിരുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. അതിൽ ഏതാണ്ട് 30ഓളം പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇടുങ്ങിയ തെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ വലിയ ദുഷ്കരമായിരുന്നു. വളരെ താമസിച്ചാണ് ആ രീതിയിലൊരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. 5 നിലകളുള്ള കെട്ടിടത്തിലായിരുന്നു ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ആളിക്കത്തുന്ന തീയിൽ നിന്നും പുകയിൽ നിന്നും രക്ഷപ്പെടാനായി ചിലരൊക്കെ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നുണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ ആ നിലയിൽ ചാടി അങ്ങനെ വീണ് അപകടത്തിൽപ്പെട്ടവരും ഇപ്പോൾ ചികിത്സയിലുണ്ട്. മരിച്ചവരിലും അങ്ങനെയുള്ളവർ ഉൾപ്പെടുന്നുണ്ട്. പ്രദേശവാസികൾ നൽകുന്ന വിവരമനുസരിച്ച് 25ഓളം മുറികളുള്ള ഈ ഹോട്ടലിൽ അപകടം നടക്കുമ്പോൾ 40-ലധികം താമസക്കാരുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇവരിൽ ഭൂരിഭാഗവും ചികിത്സയ്ക്കായി രാജ്യത്തിൻ്റെ പുറത്തുനിന്നെത്തിയ വിദേശ പൗരന്മാരായിരുന്നു. രാവിലെ ഭൂരിഭാഗം താമസക്കാരും ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെയാണ് ഈ തീപിടുത്തമുണ്ടായത്. ഇതാണ് ദുരന്തത്തിന്റെ ആഘാതം ഇത്രമേൽ വർദ്ധിപ്പിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഹോട്ടലിന്റെ താഴത്തെ നിലയിൽ ഒരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അപകടത്തെ തുടർന്ന് നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഉയരത്തിൽ നിന്ന് വീണ 3 പേർ ഗുരുതരാവസ്ഥയിലാണ്. പോലീസ് രക്ഷപ്പെടുത്തിയ മറ്റ് 10 പേർ ചികിത്സയിലാണ്. ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല മരിച്ചവരെ. എല്ലാവരും ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നു എന്നൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടവരും നാട്ടുകാരുമൊക്കെ നമ്മൾ മാധ്യമങ്ങളോടൊക്കെ പറയുന്ന നിരവധി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയഭേദകമാണ് ആ പ്രതികരണങ്ങൾ. मैं यहाँ आया तो मुझे देखा कि धुआं निकल रहा है. जब हम यहाँ मौके पर आए तो हमने देखा कि इसमें फ्लोरिश इन जो ये होटल है इसमें आग लगी हुई है. इसके अपर ग्राउंड पर जो है रेस्टोरेंट था, इसके बेसमेंट में जो कमरे थे और ऊपर इसके अंदर कमरे थे. और जब हम आए तो हमने देखा कि आग जो 2nd फ्लोर तक पहुंच चुकी है. और इसके पीछे जो इसमें जो वेंटिलेशन की विंडो थी वहां से हमारे सामने जो एक लेडी जो देखने में मद्रास साइड की लगी वो 3rd फ्लोर से जो डायरेक्ट नीचे कूदी. उसके बाद 3 लोग और कूदे. उसके बाद मैंने जो फायर ब्रिगेड को कॉल की. फायर ब्रिगेड का जो यहाँ से जो स्टेशन है फायर स्टेशन जो मात्र जो 700 मीटर की दूरी पे मालवीय नगर पुलिस स्टेशन के बिल्कुल बराबर में. उसके बावजूद जो मुझे 14 बार जो कॉल करनी पड़ी और लगभग 35 से 40 मिनट जो उन लोगों ने यहाँ पर आने का टाइम लिया. और सबसे पहले हमारे बाद या ये कह लीजिए यहाँ के जो बीट ऑफिसर है दिनेश यादव वो 8:45 पर लगभग 8:45 पर वो हमारे साथ रेस्क्यू करने में लग गए थे. कहा गया हम जांच कराएंगे क्योंकि इनकी फायर ब्रिगेड की लिफ्ट नहीं खुली, इनकी सीढ़ियां नहीं खुली. उसकी जांच की रिपोर्ट अब तक नहीं आई है. फिर विवेक विहार में आग लगी, वहां 9 लोग मरे. वहां पे पता चला कि फायर ब्रिगेड के अंदर पानी नहीं था, प्रेशर नहीं था. उसकी जांच कराई गई, अभी तक जांच की रिपोर्ट नहीं आई. अब ये आग लग गई जिसके अंदर अभी तक बताया गया 21 लोग मरे हैं. 21 लोग जिंदा मर गए जल के, और भी हो सकते हैं. अब क्या किया जा रहा है सरकार की तरफ से, जो लोग मरे उन्हीं पे दोष डाल दो कि यही गलत थे, हौजरानी के लोग गलत है, सरकार बिल्कुल ठीक है. अरे यार, मरने वालों के लिए थोड़ा तो तरस खाओ. सरकार को मैं कहना चाहता हूं, ज्यादातर लोग बाहर के विदेश के लोग हैं. आप ये सोचिए कि भारत के बारे में क्या इमेज बनेगी बाहर. इलाज के लिए आए हुए, कोई पिकनिक मनाने नहीं आए हुए थे. किसी का रिश्तेदार को किडनी बदलवानी है, किसी को हार्ट का बाईपास कराना है. मजबूरी में आदमी यहाँ पे रह रहा है, कोई पिकनिक में नहीं रह रहा. अब सरकार क्या कर रही है? ആളുകളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. വലിയ അപകടമാണ് ഉണ്ടായത്. പലരും ചികിത്സയ്ക്കായി മറ്റുമൊക്കെ എത്തിയ വിദേശ പൗരന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ കെട്ടിടത്തിന് ഒരൊറ്റ എക്സിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രവുമല്ല, ആദ്യം സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ
ഈ സംഭവം ഉണ്ടായി അത് അറിയിച്ച് അതിനുശേഷം ഏതാണ്ട് 50 മിനിറ്റിന് ശേഷമാണ് അഗ്നിശമന സേനയ്ക്ക് എത്താൻ കഴിഞ്ഞത്. അവിടേക്ക് അങ്ങനെ ഒരു വാഹനത്തിന് കടന്നു വരാൻ പോലുമുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. കെട്ടിടത്തിൽ ഒരൊറ്റ എക്സിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ ആളുകൾക്ക് ഈ തീപിടുത്തം ഉണ്ടായി എന്ന് മനസ്സിലാക്കി രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായി. ഇതൊക്കെയാണ് ഈ മരണസംഖ്യ ഉയരാൻ കാരണമായത് എന്നതാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണങ്ങളിലൂടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വലിയൊരു അനാസ്ഥയുടെ ചിത്രം കൂടിയാണ് വെളിവാകുന്നത്. 21 പേരുടെ മരണത്തിന് കാരണമായ ഈ ഫ്ലറിഷ് സ്റ്റേ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് നിയമം ലംഘിച്ചാണ് എന്നതാണ് മനസ്സിലാകുന്നത്. മാളവ്യ നഗറിലെ ഹൗസ് റാണിയിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിന് ഡൽഹി സർക്കാർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പദ്ധതി പ്രകാരമാണ് അനുമതി നൽകിയിരുന്നത്. ഈ പദ്ധതി പ്രകാരം വെറും 6 മുറികൾ പ്രവർത്തിപ്പിക്കാൻ മാത്രമായിരുന്നു ഇവർക്ക് അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ ഫ്ലറിഷ് സ്റ്റേയിൽ 25 മുറികൾ ഉണ്ടായിരുന്നു എന്നതാണ് വിവരം. ബേസ്മെന്റിലും ചില മുറികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിയമം ലംഘിച്ച് പ്രവർത്തിച്ചതോടെ ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയായി, അപകടത്തിന്റെ വ്യാപ്തി കൂടിയത് അതുകൊണ്ടാണ് എന്നതാണ് മനസ്സിലാകുന്നത്. ഹൗസ് റാണിയിലെ ഇടുങ്ങിയ പ്രദേശത്താണ് ഈ ഹോട്ടൽ നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെയാണ് അവിടേക്കൊരു ഫയർഫോഴ്സ് യൂണിറ്റിന് പോലും എത്തിപ്പെടാൻ വളരെ സമയമെടുക്കേണ്ടി വന്നത്. നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികൾക്ക് സമീപമായിരുന്നു ഈ ഹോട്ടൽ എന്നതിനാൽ തന്നെ ഡൽഹിയിൽ ചികിത്സാ ആവശ്യത്തിനായൊക്കെ എത്തുന്ന വിദേശികളിൽ പലരും താമസത്തിനായി ഈ ഹോട്ടൽ തെരഞ്ഞെടുത്തിരുന്നു. പക്ഷേ അവരൊന്നും ഇത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ് എന്നറിയാതെ, ഇതിൽ സുരക്ഷാ ക്രമീകരണങ്ങളില്ല എന്നറിയാതെയാണ് ഇതിൽ താമസിച്ചിരുന്നത്. എന്തായാലും ഹോട്ടലിന് ഒരേ ഒരു പ്രവേശന കവാടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കൂടെ തന്നെ പുറത്തിറങ്ങാനുള്ള വഴിയും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടായ സമയത്ത് കൂടുതൽ പേർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളാകെ ഇല്ലാതായി എന്ന് ഡൽഹി പോലീസ് തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. 25 മുറികൾ, 6 മുറികൾക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്നിടത്ത് 25 മുറികളുള്ള ഹോട്ടലിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതൊരു ഗുരുതര നിയമലംഘനമാണ്. ഹോട്ടലിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായ പരിശോധനകളിൽ മനസ്സിലാകുന്നത്. അങ്ങനെ ആളുകളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു കേന്ദ്രമായിരുന്നു അത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് എന്നാൽ ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ഡൽഹിയിൽ ഈ രീതിയിലുള്ള തീപിടുത്തങ്ങളും അപകടങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല അനധികൃത കെട്ടിടങ്ങളും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ആളുകൾ ഈ രീതിയിൽ വന്നു പോകുന്ന തന്നെയാകുമ്പോൾ അതിൻ്റെ ആഘാതം വളരെ വലുതാണ്. എന്തായാലും പ്രധാനമന്ത്രി ഈ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2.5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വലിയ ഒരു അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി ജീവൻ നഷ്ടമായിരിക്കുന്നു. നിരവധി കെട്ടിടങ്ങൾ ഇങ്ങനെ അനധികൃതമായി ഡൽഹിയിൽ യഥേഷ്ടം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതൊക്കെ വലിയ അപകടക്കെണികളായി തുടരുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം വാർത്തയാവുകയും സഹായം പ്രഖ്യാപിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇടപെടൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ അതിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സംഭവമെങ്കിലും മാളവ്യ നഗറിൽ ഉണ്ടായിട്ടുള്ള 21 പേരുടെ ജീവനെടുത്ത, വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവനെടുത്ത ഈ സംഭവമെങ്കിലും അധികൃതരുടെ കണ്ണ് തുറക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇതുപോലെ അനധികൃതമായി പ്രവർത്തിക്കുന്ന, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കെട്ടിടങ്ങൾ അതിൽ കൃത്യമായ നടപടികൾ എടുക്കാൻ ഈ സംഭവം പ്രേരിപ്പിക്കട്ടെ. കേരളത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള കലഹം LDFിൽ അതിരൂക്ഷമാവുകയാണ്. നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ CPMഉം CPIയും തുടരുന്നു. പ്രശ്ന പരിഹാരത്തിന് ഇന്ന് CPM CPI സെക്രട്ടറിമാർ ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച ഒരു തീരുമാനവുമാകാതെ അലസിപ്പിരിയുകയാണ് ഉണ്ടായത്. ഇതുവരെ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നും പദവി നൽകാനാകില്ല എന്നും ആവർത്തിക്കുകയാണ് CPM ചെയ്യുന്നത്. അതേസമയം വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ CPIയും തുടരുന്നു. ഏതാണ്ട് ഈ പ്രശ്നം ഇപ്പോൾ പുറമേക്ക് വളരെ പ്രകടമായി തന്നെ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ പ്രതിസന്ധി ഈ മുന്നണി മറികടക്കും എന്നതാണ് നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.